ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തൻഷിക് വേൾഡ്. ഇന്ന് നമുക്ക് നേന്ത്രപ്പഴവും ബ്രെഡും വെച്ചിട്ട് അടിപൊളി രുചിയിലുള്ള ഒരു ഈവനിങ് സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇനി പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. ഈ നേന്ത്രപ്പഴം നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നേന്ത്രപ്പഴം ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആവും. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഴത്തിന് മധുരം കുറവാണെങ്കിൽ കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് ഇതുപോലെ ഒന്നിങ്ങനെ പഴം ഉടച്ചു കൊടുക്കണം. നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റും. ഇനി സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിവിടെ ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാനിവിടെ ഒരു 7 പീസോളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വശങ്ങളൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ ഒരു കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് നല്ലതുപോലെ പ്രസ് ചെയ്തിട്ടൊന്നിങ്ങനെ പരത്തി കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കണ്ട, അല്ലാതെ തന്നെ നല്ലതുപോലെ തന്നെ ഒന്നിങ്ങനെ പരത്തി കൊടുത്താൽ മതി. തിന്നാക്കി എടുത്താൽ മതി. എല്ലാ ബ്രെഡ് പീസസും ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ബ്രെഡ് പീസിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ മിക്സ് ഉണ്ടല്ലോ, നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ള, കട്ടകളൊന്നും ഇല്ലാതെ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ള ഈ പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. നല്ലതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. എല്ലാ ബ്രെഡ് പീസസും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതിൻ്റെ എഡ്ജസ് ഇങ്ങനെ വിട്ടു പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ അവിടെ നിന്നോളും. ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലതുപോലെ തന്നെ ബട്ടറിലോ അല്ലെങ്കിൽ നെയ്യിലോ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നും യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. മാക്സിമം ബട്ടറിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കണം. നല്ല രുചിയാണ്. 2 വശവും ഇതുപോലെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണിത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്കാണിത്. നല്ല ക്രിസ്പിയാണ് കേട്ടോ. പുറംഭാഗം നല്ല ക്രിസ്പിയാണ്, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല രുചിയായിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കാനും ആരും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.